രണ്ടാം ലേഖനം 4-ാം അധ്യായം. 2 Corinthians chapter 4 verses 6 and 7. ആദ്യമായിട്ട് 2 Corinthians കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കിട്ടിയവർക്ക് ആർക്കെങ്കിലും വായിച്ചാൽ നമുക്ക് ഒരുമിച്ച് അല്പസമയം ആ വേദഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം എന്നാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രയെന്ന് വരേണ്ടത്. ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു, കൂടാതെ ഞങ്ങൾ അത് മതി. അവിടെ നാം കാണുന്നത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലുള്ള സഭയ്ക്ക് എഴുതുന്ന ലേഖനമാണ്. രണ്ടാമത്തെ ലേഖനമാണ് നാം വായിച്ചു കേട്ടത്. 4-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. ഞാനതൊന്നുകൂടെ അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒന്ന് വായിക്കാം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. അത് ഞാൻ ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിക്കട്ടെ. For God who commanded the light to shine out of darkness had shined in our hearts to give the light of the knowledge of the glory of God in the face of Jesus Christ. Verse 7, but we have this treasure in earthen vessels, that the excellency of the power may be of God and not of us. നമുക്ക് ഒരു നിമിഷം നമ്മുടെ തലകളെ ഒന്ന് വണക്കാം. സ്വർഗീയ പിതാവേ, അടിയങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾക്ക് അടുത്ത് വരുവാൻ, എന്നെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കി കർത്താവേ. അതിനുശേഷം അടിയങ്ങൾ അല്പസമയം അവിടുത്തെ തിരുവചനത്തിന് മുമ്പിലായിരിക്കാൻ അടിയങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവ് വായിച്ചു കേട്ട ആ വേദഭാഗത്തെ അവിടുന്ന് അടിയങ്ങൾക്ക് മനസ്സിലാക്കുവാനുള്ള കർത്താവെ ജ്ഞാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കാൻ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയനെയും കേൾവിക്കാരെയും ഒക്കെ അവിടുന്ന് അനുഗ്രഹിക്കണം. മഹത്വം അങ്ങേക്ക് നൽകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണം സ്വർഗ്ഗീയ നല്ല പിതാവേ, ആമേൻ. ഓക്കെ, നാം ഈ വായിച്ചു കേട്ട വേദഭാഗം നമുക്ക് ഏവർക്കും പരിചിതമുള്ള വേദഭാഗമാണ്. എന്നാലും അപ്പോസ്തലനായ പൗലോസ് ചില ആത്മീക സത്യങ്ങൾ വളരെയധികം സംക്ഷിപ്തമായി, അതേസമയം അവിടെയുള്ള വിശ്വാസികൾ മനസ്സിലാക്കേണ്ട, കൊരിന്തിലുള്ള വിശ്വാസികൾ അത്യാവശ്യം മനസ്സിലാക്കേണ്ട ചില ആത്മീയ സത്യങ്ങളാണ് ഈ 4-ാം അധ്യായത്തിലും പ്രത്യേകിച്ച് ഈ വേദഭാഗത്ത് നാം വായിച്ചു കേട്ടത്. ഈ അധ്യായത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ 3 രൂപരേഖകൾ, ഓക്കെ, 3 രൂപരേഖകൾ സംസാരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ regarding our Christian life, I want to talk about 3 imageries എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, രൂപരേഖകൾ. അല്ലെങ്കിൽ അവിടെ നമുക്കൊരു രൂപരേഖ കാണാൻ സാധിക്കും. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏത് നിലയിലായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ചിത്രം, ചില ചിത്രങ്ങൾ, 3 ചിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് ചില പ്രതീകങ്ങൾ, ഒരു 3 പ്രതീകങ്ങൾ ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ ഇരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചിത്രം, ഒന്നാമത്തെ രൂപരേഖ നാം വായിച്ചു കേട്ട 6-ാം അധ്യായത്തിലും 6-ാം വാക്യത്തിലും 7-ാം വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. The first imagery we can see in verse 6 and 7. സോ ആ ഒരു രൂപരേഖ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ രൂപരേഖ മൺപാത്രങ്ങളിൽ ഇരിക്കുന്ന വിളങ്ങുന്ന വെളിച്ചം. ഓക്കെ, ഒരു മൺപാത്രം, അതിൻ്റെ ഉള്ളിൽ വളരെ തിളക്കത്തോടെ ഇരിക്കുന്ന ഒരു വെളിച്ചം. So the first imagery is the shining light inside an earthen vessel or a clay pot. A shining light inside an earthen vessel.
ഈ ഒരു മൺപാത്രത്തിന്റെ ഉള്ളിലിരിക്കുന്ന വളരെയധികം വിളങ്ങുന്ന ഒരു പ്രകാശത്തെ പറ്റിയാണ് ഒന്നാമത്തെ ചിത്രം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ആ വാക്യഭാഗങ്ങളിലേക്ക് ഒന്നുകൂടെ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അവിടെ വ്യക്തമായിട്ട് ആ ഒരു ചിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നാം കാണുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. അവിടെ നമുക്ക് ആ രണ്ട് ഇമേജറീസും രണ്ട് ചിത്രങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ ആ മൺപാത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല ആ വെളിച്ചം, ആ പ്രകാശം, ആ മൺപാത്രത്തിന് ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ പ്രകാശത്തെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സോ വി ക്യാൻ സീ the pot made of clay, ആ ഒരു earthen vessel. We can see the earthen vessel as well as the light inside that earthen vessel. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ പൗലോസ് അപ്പോസ്തലൻ താരതമ്യം ചെയ്തിരിക്കുന്നത് ഈ ഒരു മൺപാത്രവും അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു വെളിച്ചത്തോടുമാണ്. ക്രിസ്തീയ ജീവിതത്തെ ആദ്യമായിട്ട് താരതമ്യം ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്താണ് ആ വെളിച്ചം? എന്താണ് ആ വെളിച്ചം എന്ന് ചോദിച്ചാൽ അവിടെ 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ആ വെളിച്ചം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്ന വെളിച്ചമാണ്. അത് കുറച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. എന്നാൽ അവിടെ ആർക്കാണ് ഈ വെളിച്ചം ലഭിക്കാത്തത് എന്ന് അതിന്റെ തൊട്ട് മുന്നേയുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്. ഈ വെളിച്ചം ഈ മൺകൂടാരത്തിൽ ലഭിക്കാത്ത ചിലരെ പറ്റി അതിന്റെ തൊട്ട് മുൻപേയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. സോ there we can understand who are the people, those who are not having the light. ആ വെളിച്ചം ഇല്ലാത്തവരാരാണ്? അപ്പോൾ ആ വെളിച്ചം എന്താണ് എന്നുള്ളത് 4-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ചാപ്റ്റർ 4 verse 3 and 4 ഞാൻ 3-4 വായിക്കാം. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നത്. വേഴ്സ് 4 ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്ന് നമ്മളിവിടെ കാണുന്നു. അപ്പോൾ അവിടെ ആ വെളിച്ചം എന്താണ്? വെളിച്ചത്തെ നാം കാണുന്നത് സുവിശേഷം ആണ് വെളിച്ചം എന്നുള്ളത്. മാത്രമല്ല സുവിശേഷത്തെ നാം കുറച്ചുകൂടെ വ്യക്തമായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത് ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം. ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം, അതാണ് ആ വെളിച്ചമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ ക്രിസ്തുവിന്റെ തേജസ്സിനെ ഒരു വ്യക്തിക്ക് കാണുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുവാനും സുവിശേഷത്തിൽ വിശ്വസിക്കുവാനും അവരുടെ ഹൃദയത്തിൽ ആ വെളിച്ചം ആരംഭിക്കുവാനായിട്ടും ഇടയായി തീരുകയുള്ളൂ. എന്നാൽ ഏതൊരു മനുഷ്യനും ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം, അവന്റെ ആ വല്ലഭത്വം, അവന്റെ ആ ഉന്നതി മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ലയോ, അവൻ ഒരു നാളും ആ രക്ഷയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെ നാം കാണുന്നത് ഈ ലോകത്തിന്റെ പ്രഭു ആ അവിശ്വാസികളുടെ കണ്ണ് ഈ ഒരു വെളിച്ചം കാണാതെ വണ്ണം അവിടെ കുരുടാക്കുന്നതായിട്ട് നാം കാണുകയാണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. യേശുക്രിസ്തുവിന്റെ മഹത്വം അത് മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ കാലഘട്ടങ്ങളിലായി ദൈവം ഇടപെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. So the light there it talks about is the knowledge of the glory of God in the face of Jesus Christ. യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം, അതാണ് ആ വെളിച്ചം എന്ന് പറയുന്നത്. എന്നാൽ ആ വെളിച്ചം എങ്ങനെയാണ് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നത്? നാം മനുഷ്യരായ നാം അത് കത്തിച്ചത് കൊണ്ടാണോ നമുക്ക് വെളിച്ചം ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നത്? ഒരു നിലയിലുമല്ല. അത് വ്യക്തമായിട്ട് 6-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് ദൈവം എങ്ങനെയാണോ അരുളി ചെയ്തത്,
ഇത് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ കൊണ്ടുപോകുന്നത് സൃഷ്ടിയുടെ ഒന്നാമത്തെ ദിവസത്തിലേക്കാണ്. ഒന്നാമത്തെ ദിവസത്തിൽ let there be light, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചമുണ്ടായത് എങ്ങനെയാണോ അങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരെയും ഹൃദയത്തിൽ ഈ വെളിച്ചം പ്രകാശിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഇവിടെ സൂര്യനെയോ ചന്ദ്രനെയോ സൃഷ്ടിക്കുന്ന കാര്യമല്ല, അത് 4ാമത്തെ ദിവസമാണ്. അതിനു മുൻപേ ദൈവം വെളിച്ചമുണ്ടാകട്ടെ, let there be light എന്ന് പറഞ്ഞപ്പോൾ ആ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചം എങ്ങനെ വന്നോ ആ നിലയിൽ നമ്മുടെ ഓരോരുത്തരെയും ഹൃദയത്തിലേക്ക് ആ വെളിച്ചം പ്രകാശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഏത് വെളിച്ചമാണ്? യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ പറ്റിയുള്ള വെളിച്ചം, യേശുക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനത്തെ പറ്റിയുള്ള വെളിച്ചം. അത് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുവാനും അത് കത്തിത്തുടങ്ങുവാനായിട്ടും ഇടയായി തീർന്നു. എത്രയോ മഹത്വകരമായ കാര്യമാണ്, എത്രയോ വലിയ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്നത്. ആ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ച് തുടങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു വ്യക്തിക്ക് ഈ നിലയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് അവന്റെ രക്ഷയെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ പറ്റി മനസ്സിലാക്കിയാൽ മാത്രമേ ആ നിലയിൽ ആയിത്തീരുവാനായിട്ട് ഇടയായി തീരുകയുള്ളൂ. അല്ലെങ്കിൽ അതെപ്പോഴും അത് മൂടപ്പെട്ട അവസ്ഥയിലായിരിക്കും. അത് ആ ഒരു കുരുടുള്ള അവസ്ഥയിൽ എങ്ങനെയാണോ ആ നിലയിൽ അത് തുടരുവാനായിട്ട് ഇടയായി തീരും എന്ന് നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ ഒരു വെളിച്ചത്തിന്റെ 2 പ്രത്യേകതകൾ 7ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. In verse 7 we can see 2 specialities of this light. ഈ വെളിച്ചം, നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം നൽകിയിരിക്കുന്ന വെളിച്ചത്തിന്റെ പ്രത്യേകതകൾ, ഒന്ന് നാം കാണുന്നത് എങ്കിലും ഈ അത്യന്ത ശക്തി. ഈ വെളിച്ചത്തെ പറ്റി പറയുകയാണ്, ഇതൊരു അത്യന്ത ശക്തിയാണ്, അതൊരു ശക്തിയുടെ സ്രോതസ്സാണ്. അതൊരു വെളിച്ചമായിരിക്കുമ്പോൾ തന്നെ ഇതൊരു അത്യന്ത ശക്തിയുടെ സ്രോതസ്സായിരിക്കുന്നു. ഈ വെളിച്ചത്തിന് അതിൽ തന്നെ ശക്തിയുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. There is power for this light. അത് ഇംഗ്ലീഷിൽ നാം കാണുന്നത് എക്സലൻസി ഓഫ് ദ പവർ, അത്യന്ത ശക്തി. നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന ഈ വെളിച്ചമുണ്ടല്ലോ, അത് വെറും ഒരു വെളിച്ചം മാത്രമല്ല, അതിന് അതിൻ്റെതായ ശക്തിയുണ്ട്. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ തക്കവണ്ണം, ക്രിയ ചെയ്യുവാനുള്ള ശക്തിയുള്ള ഒരു വെളിച്ചമാണ് നമ്മുടെ ഉള്ളിൽ ദൈവം നൽകിയിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം അവിടെ നാം കാണുന്നത്, ഇതൊരു വലിയ നിക്ഷേപമാണ്. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം അത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണുള്ളത്. അപ്പോൾ 2ാമത്തെ പ്രത്യേകത, അതൊരു വലിയ നിക്ഷേപമാണ്. ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് ട്രഷർ, ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് വാല്യൂ ഇൻ അവർ ലൈഫ്. ദൈവമക്കളെ, നാം എത്രമാത്രം ഇതിന്റെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട്? ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നമ്മുടെ കണ്ണുകളെ തുറന്ന് ഈ കർത്താവിന്റെ മഹത്വത്തെ കാണുവാൻ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് എത്തുവാനായിട്ട് ഇടയായി തീർന്നതിന്റെ വാല്യൂ നാം എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട്, എത്രമാത്രം അത് വിലപ്പെട്ടതാണ് എന്നുള്ളത് നാം ചിന്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. അപ്പോൾ നാം ഒന്നാമത് കണ്ട ആ ഒരു ചിത്രം, അവിടെ ഒരു വലിയ വെളിച്ചം, ആ വലിയ വെളിച്ചം അത് ദൈവത്തിന്റെ പരിജ്ഞാനം ക്രിസ്തു യേശുവിന്റെ മുഖത്തിലൂടെ അവന്റെ മഹത്വത്തിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അതിനൊരു ശക്തിയുണ്ട്. ഇറ്റ് ഹാസ് എ ട്രാൻസ്ഫോർമേഷൻ പവർ. നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും രൂപാന്തരപ്പെടുത്തുവാനുള്ള ശക്തി ഈ ഒരു വെളിച്ചത്തിന് ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല അത് വലിയൊരു നിക്ഷേപമാണ്, നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ നിക്ഷേപമാണ് നമ്മുടെ കർത്താവിനെ കാണുവാനും ആ വെളിച്ചം നമ്മുടെ ഉള്ളിൽ ആകുവാനായിട്ടും ഇടയായി തീർന്നത്. ഇതിന്റെ അടുത്ത വശത്തേക്ക് വരട്ടെ. ഈ വെളിച്ചം എന്നാൽ ദൈവം എവിടെയാണ് വെച്ചിരിക്കുന്നത്? അതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം. ഈ വെളിച്ചം ഒരു സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രത്തിലോ ഒരു ഏറ്റവും വിലപിടിപ്പുള്ള ഒരു പാത്രത്തിലോ അല്ല ദൈവം വെച്ചിരിക്കുന്നത്, മറിച്ച് വെറും മൺപാത്രങ്ങളാകുന്ന നമ്മിൽ ഓരോരുത്തരിലുമാണ് ദൈവം ഈ വെളിച്ചം വെച്ചിരിക്കുന്നത്. മൺപാത്രങ്ങളാകുന്ന മൺപാത്രം, നമുക്കറിയാം ഒരു ക്ലേ കൊണ്ടുള്ള, ഒരു ചെളിമണ്ണ് കൊണ്ടുള്ള ഒരു കലം, അതെത്രമാത്രം സൂക്ഷ്മതയോടെ നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അത് ഒരു നിമിഷം താഴെ വീണാൽ അത് പൊട്ടിച്ചെതറുവാനായിട്ടിടയായി തീരും. ആ നിലയിൽ അത്രമാത്രം ഫ്രജൈലായിരിക്കുന്ന, അത്രമാത്രം ലിമിറ്റഡ് ആയിരിക്കുന്ന നമ്മിലാണ് ഈ വലിയ വെളിച്ചം ദൈവം വെക്കുവാനായിട്ട് ഇടയായി തീർന്നത്. സോ ദ സെക്കൻഡ് പാർട്ട്, the earthen vessel is picturing us.
ഈ ഒരു മൺപാത്രം, ആ കളിമൺ കൊണ്ടുള്ള പാത്രം നമ്മെ ഓരോരുത്തരെയുമാണ് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്, ഈ കളിമണ്ണ് വെളിച്ചമില്ലാത്തടത്തോളം കാലം യാതൊന്നും അതിനെ പ്രശംസിക്കുവാനായിട്ടില്ല. There is nothing to boast about. നമുക്ക് യാതൊന്നും പ്രശംസിക്കുവാനായിട്ടില്ല. നമുക്ക് പ്രശംസിക്കുവാനുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിലും അവന്റെ മഹത്വത്തിലും മാത്രമാണ്. ദൈവമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ഈ നിലയിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചം വന്നതുപോലെ നമ്മുടെ ഹൃദയങ്ങളിൽ ആ ഒരു സുവിശേഷം മനസ്സിലാക്കുവാനും അതിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുവാനും ഇടയാക്കി തീർത്തത് ദൈവമാണ്. ആ നിലയിൽ ആ മൺപാത്രങ്ങളാകുന്ന നമുക്ക് ഇതിൽ യാതൊന്നും തന്നെ പ്രശംസിക്കുവാനില്ല എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഒരു വിശ്വാസി, ഒരു ക്രിസ്തുവിനെ കണ്ടെത്തുന്ന ഒരു വിശ്വാസി, ആ വിശ്വാസി ഒരു മൺപാത്രം മാത്രമാണ്. ആ മൺപാത്രം എന്നാൽ ആ മൺപാത്രത്തിനകത്തുള്ള വെളിച്ചമുണ്ടല്ലോ, അത് അത്യന്ത ശക്തിയുള്ളതാണ്. അതൊരു വലിയ ധനമാണ്. ആ ഒരു കാര്യം വഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും പറയുവാനായിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചിത്രം നാം കാണുകയുണ്ടായി. അവിടെ ആ മൺപാത്രത്തിനകത്തുള്ള ആ അത്യന്തമായിട്ടുള്ള വെളിച്ചത്തെ പറ്റി നാം ചിന്തിക്കുകയുണ്ടായി. ആ വെളിച്ചത്തിന്റെ ഒരു പ്രത്യേകത നാം ചിന്തിക്കുകയുണ്ടായി. ഇറ്റ് ഹാസ് ദ ട്രാൻസ്ഫോർമേഷൻ പവർ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞത് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വെളിച്ചത്തിന്റെ ശക്തിയുടെ ഒരു പ്രത്യേകതയാണ് ആ വെളിച്ചത്തിന് നമ്മളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ടുള്ള ശക്തിയുണ്ട്. രണ്ട് വാക്കുകൾ ഞാനൊന്ന് പറയട്ടെ. ഒന്ന് രൂപാന്തരം, രണ്ട് അനുരൂപപ്പെടുക. ഓക്കെ, സോ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് കൺഫോമിങ്. ഓക്കെ, ഈ രണ്ട് ആശയങ്ങളും രണ്ട് കാര്യങ്ങളാണ് കാണിക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അത് ഓരോ ദിവസവും അത് മാറി മാറിക്കൊണ്ടുവരുന്നതിനാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അനുരൂപപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു മോൾഡിലേക്ക് ഒരു ലായനി ഒഴിച്ചാൽ അത് കട്ടിയാകുമ്പോൾ അത് അതിൻ്റെ ഷേപ്പ് ലഭിക്കും. അപ്പൊ അതിനെയാണ് അനുരൂപപ്പെടുക. അല്ലെങ്കിൽ ചില വസ്തുക്കളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ മോൾഡ് ഉണ്ടാക്കി അതിലേക്ക് നമ്മൾ ലിക്വിഡ് ഒഴിച്ച് അത് കട്ടിയാകുമ്പോൾ അതിന്റെ ഷേപ്പ് ആകും. അപ്പൊ അതിനാണ് അനുരൂപപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ ഞാനൊന്ന് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം. അനുരൂപപ്പെടുക. നാം എന്തിനോട് അനുരൂപപ്പെടണം, എന്തിനോട് അനുരൂപപ്പെടരുത്, എന്നാൽ നാം എങ്ങനെ ട്രാൻസ്ഫോംഡ് ആകണം, ഈ ശക്തി കൊണ്ട് നാം എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. റോമൻസ് ചാപ്റ്റർ 12 നമുക്ക് ഏവർക്കും അറിയാവുന്ന വാക്യം തന്നെയാണ്. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 2. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം നാം ഇങ്ങനെയാണ് കാണുന്നത്. ഈ ലോകത്തിന് അനുരൂപമാകാതെ, അവിടെ ശ്രദ്ധിക്കുക, the word is conformed. ഈ ലോകത്തിന് അനുരൂപം ആകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. We need to be transformed every day and we must not be conformed to this world. ഓക്കെ, ഈ ലോകത്തിന്റെ മോൾഡിലേക്ക്, ഈ ലോകത്തിന്റെ മൂശിയിലേക്ക് നമ്മൾ ആയിത്തീരുവാനായിട്ട് ഇടയായിത്തീരരുത്. പിന്നെ മറിച്ച് എന്ത് സംഭവിക്കണം? നമ്മുടെ ഉള്ളിലെ വെളിച്ചം കൊണ്ട് ഓരോ ദിവസവും നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവരായി, ഓരോ ദിവസവും ആ വെളിച്ചത്തിന്റെ ശക്തിയാൽ നാം ട്രാൻസ്ഫോംഡായി മാറി 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 ഒടുവിൽ നാം അനുരൂപരായി തീരണം. ആർക്ക് അനുരൂപരായി തീരണം? റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ഫൈനലി വി നീഡ് ടു ബി കൺഫോംഡ്. നമ്മൾ ഓരോ ദിവസവും ട്രാൻസ്ഫോംഡ് ആണ് ആകുന്നത്. പക്ഷെങ്കിൽ ഒടുവിലായിട്ട് നാം അനുരൂപരായി തീരണം. ആർക്ക് അനുരൂപമായി തീരണം? റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 29. അത് നമുക്ക് ഏവർക്കും അറിയാവുന്ന വാക്യമാണ്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് രൂപാന്തരമല്ല അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. നമ്മെ മുൻനിയമിച്ചിരിക്കുന്നത് അവന്റെ പുത്രന്റെ സ്വരൂപത്തോട്, ആ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. We need to be conformed to the likeness of his image. പുത്രനെ പോലെ അനുരൂപരാകുവാനാണ് നമ്മെ ദൈവം വിളിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അത് ഒരു ദിവസം കൊണ്ടല്ല ആ രൂപാന്തരം നടക്കുന്നത്. മറിച്ച് we need to be transformed every day. ഓരോ ദിവസവും ഓരോ നിമിഷവും ആ ശക്തി ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ ദൈവം നൽകുന്ന ശക്തി കൊണ്ട് ഓരോ നിമിഷവും നാം ട്രാൻസ്ഫോംഡ് ആയിക്കൊണ്ട്, രൂപാന്തരപ്പെട്ടുകൊണ്ട് അൾട്ടിമേറ്റ്ലി we need to be conformed to his likeness. ആ പുത്രന്റെ രൂപത്തോട് അനുരൂപരായി തീരുവാനായിട്ടാണ്
ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായിരുന്നു. നമുക്ക് കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 4-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. അവിടെ നാം ചിന്തിച്ച ഒന്നാമത്തെ ചിത്രം, there is an earthen vessel. നാം എല്ലാം അത് എപ്പോഴും നാം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കേണ്ടതാണ്. നാം ഒക്കെയും എപ്പം വേണമെങ്കിലും പൊട്ടിച്ചു തരാവുന്ന വെറും കളിമൺ പാത്രങ്ങളാണ്. എന്നാൽ ദൈവം നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന ആ വലിയ ശക്തി, ആ ഒരു പ്രകാശം, ആ ഒരു ദൈവത്തെ കാണുവാൻ, ദൈവപുത്രന്റെ ആ മഹത്വത്തെ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യമായിരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇത് ആ ഒരു ചിത്രം നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ഈ ഭാഗങ്ങൾ എഴുതി തന്നിട്ടില്ല എങ്കിലും നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ചിത്രം ഞാനൊന്ന് പറയട്ടെ. The second imagery is that the decaying outer vessel and a brighter inner light. പുറമേയുള്ള മൺപാത്രം ക്ഷയിക്കുന്നുവെങ്കിലും അകമേയുള്ള വെളിച്ചം കൂടുതൽ കൂടുതൽ പ്രകാശിക്കുന്നു. അപ്പോൾ നേരത്തെ കണ്ട ആ അതേ ചിത്രം തന്നെയാണ്, ആ മൺപാത്രവും ആ വെളിച്ചവും തന്നെയാണ്. എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകും തോറും ആ പുറമേയുള്ള ആ ഒരു മൺപാത്രത്തിന് എന്ത് സംഭവിക്കുന്നു അറിയാമോ? അത് നാൾക്ക് നാൾ കഴിയുമ്പോൾ ക്ഷയിച്ചു കൊണ്ടിരിക്കും. ഇറ്റ് വിൽ കീപ് ഓൺ ഡിക്കേയിങ്. ബട്ട് വാട്ട് ഹാപ്പൻസ് ടു ദ ഇന്നർ ലൈറ്റ്? നമ്മുടെ അകത്തുള്ള ആ വെളിച്ചം എന്ത് സംഭവിക്കണം? അത് കൂടുതൽ കൂടുതൽ പ്രകാശിതമായി തീരണം. അത് കൂടുതൽ കൂടുതൽ ദൈവത്തിന്റെ മഹത്വത്തെ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർ കാണുവാനായിട്ട് ഇടയായി തീരണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. Even though the outer vessel is decaying day by day, the light inside which God has given, the glory of God, that must be manifested before others in this world. നമ്മുടെ ജീവിതത്തിലൂടെ ആ പുറമേയുള്ള മൺപാത്രം അത് ക്ഷയിച്ചു പോയാലും അകമേയുള്ള വെളിച്ചം അത് കൂടുതൽ കൂടുതൽ പ്രകാശിക്കുവാനും മറ്റുള്ളവർക്ക് ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാനായിട്ടും ഇടയായി തീരണം. പ്രിയ ദൈവമക്കളെ, ഞാൻ ഉൾപ്പെടെ നമ്മുടെ ഓരോരുത്തരോടും ചോദിക്കട്ടെ, നമ്മുടെ പുറമേയുള്ള ഈ കളിമണ്ണ് അത് ദിവസം കഴിയും തോറും അത് ഡീക്കേ ചെയ്യുന്നുണ്ട്. നാം എത്രയൊക്കെയോ മരുന്ന് കഴിച്ചും അത് ചെയ്തും മറ്റേത് ഫിറ്റ് ചെയ്തും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഈ കളിമണ്ണൊന്ന് ഓടിച്ചുകൊണ്ട് പോകുന്നത്. അത് ഡീക്കേ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ എനിക്ക് ചോദിക്കുവാനുള്ളത്, നമ്മുടെ അകത്തുള്ള വെളിച്ചമുണ്ടല്ലോ, അത് എത്രമാത്രം കത്തുവാനായിട്ട് ഇടയായിത്തീരുന്നു. നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ഈ ദൈവത്തിന്റെ മഹത്വമോ യേശുക്രിസ്തുവിന്റെ മഹത്വമോ കാണുവാനായിട്ട് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. So the second imaginary that we can see is the decaying outer vessel and the inner light which gets brightened day after day. അത് നമുക്ക് ഈ 16-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം. 2 Corinthians chapter 4 verse 16. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്: അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ, the outer vessel keeps on decaying. പുറമേയുള്ള മനുഷ്യൻ അത് ക്ഷയിച്ചു പോകുന്നുവെങ്കിലും നമ്മുടെ അകമേയുള്ള വെളിച്ചമുണ്ടല്ലോ, അത് കൂടുതൽ കൂടുതൽ ജ്വലിച്ച് അത് പ്രകാശിക്കുവാനും അത് കൂടുതൽ കൂടുതൽ പുതുക്കം പ്രാപിക്കുവാനായിട്ടും ഇടയായി തീരണം. അതിന് നാം നേരത്തെ ചിന്തിച്ചതുപോലെ അതിന്റെ ശക്തിയുണ്ട്, അതിനുള്ള നമ്മളെ രൂപാന്തരം ചെയ്യാനുള്ള ശക്തി അതിനുണ്ട്. പക്ഷെ നാം എത്രമാത്രം അതിനു വേണ്ടി വിനയപ്പെട്ടു കൊടുക്കുമോ അത്രമാത്രം നമ്മെ അത് രൂപാന്തരപ്പെടുത്തുകയും അത് മറ്റുള്ളവർക്ക് ആ വെളിച്ചം കാണുവാനായിട്ടും ഇടയായി തീരും. അകമേയുള്ള വെളിച്ചം കൂടുതൽ പ്രകാശിക്കുവാനായിട്ട് ഇടയായി തീരണം. പുറമേയുള്ള നമ്മുടെ ഒരു കളിമണ്ണുകൊണ്ടുള്ള പാത്രം അത് ക്ഷയിക്കുവാനായിട്ട് ഇടയായി തീരും. നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുന്നുവെങ്കിലും നമ്മുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ച് കൂടുതൽ ജ്വലിക്കുവാനായിട്ട് ഇടയായി തീരണം. ഇത് തന്നെയാണ് ക്രിസ്തീയ വിശ്വാസം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. നാം ആയിരിക്കുന്ന ഈ കളിമണ്ണിലാണ്. ഈ കളിമണ്ണ് ബലഹീനമായിട്ടുള്ള കളിമണ്ണാണ്, അത് ക്ഷയിക്കുന്നതാണ്, അത് നാശമുള്ള കളിമണ്ണാണ്. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം അതെപ്പോഴും ദൈവത്തെ പ്രകാശിപ്പിക്കുവാനായിട്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കും. പക്ഷെ എപ്പോഴും ഈ കളിമണ്ണ്, ഈ ബലഹീനമായ കളിമണ്ണ് അതിനെ പലപ്പോഴും കെടുത്ത് അതിൻ്റെ വെളിച്ചം പ്രകാശിക്കാതെ കുറച്ച് വെക്കുവാനാണ് ഈ കളിമണ്ണ് പലപ്പോഴും ശ്രമിക്കുന്നത്. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. അവിടെ നമ്മൾ ഈ വലിയ ബാറ്റിൽ, there is a great battle between the inner man
and the outer man. The inner man want to glorify God, but the outer man will always try to reduce that light. ആ പ്രകാശം നല്ലവണ്ണം പ്രകാശിക്കാതെ ഇരിക്കുവാൻ തക്കവണ്ണം ഈ പുറമെയുള്ള മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏതൊരു വിശ്വാസിയും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ ഒരു കാര്യം. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള ചില വാക്യങ്ങൾ ഇതിനോട് ബന്ധത്തിൽ ഞാനൊന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. റോമൻസ് ചാപ്റ്റർ 7, അവിടെ ജഡത്തിന്റെ ബലഹീനതയെ പറ്റിയാണ് നാം അവിടെ കാണുന്നത്. റോമൻസ് ചാപ്റ്റർ 7 വേഴ്സ് 18 ഓൺവേർഡ്സ്. അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്. റോമൻസ് ചാപ്റ്റർ 7 വേഴ്സ് 18 ഓൺവേർഡ്സ്. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ല, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. ഇങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. ഇവിടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പാപത്തോട് ബന്ധത്തിലുള്ള പോരാട്ടത്തെ പറ്റിയാണ് നാം ഇവിടെ കാണുന്നത്. അവന്റെ ഉള്ളിൽ അവന് നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, എന്നാൽ അവന് സാധിക്കുന്നില്ല. കാരണം അവിടെ ആ ഔട്ടർ വെസൽ അത് ബലഹീനമാണ്. അത് ദൈവത്തിന്റെ മഹത്വത്തെ പ്രകാശിക്കാതെ വണ്ണം അത് ബലഹീനമായി കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ഇമേജറി നാം കണ്ടത് ആ ഒരു കളിമണ്ണ് ക്ഷയിച്ചു വരുന്നു. എങ്കിലും അകമേയുള്ള വെളിച്ചം അത് കൂടുതൽ പ്രകാശിതമായി തീരുവാനായിട്ട് ഇടയായി തീരണം എന്നുള്ളതാണ്. ഇതേ കാര്യം 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. അവിടെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 10 and 11. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടണം. ഇൻ അവർ ബോഡി the life of Jesus Christ may be manifested, and for that in the body we are manifesting the dying of Lord Jesus Christ. 11-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ ഈ ഒരു അർത്തൻ വസലിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എപ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. ഈ ഒരു ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ഒരു എർത്തൻ വെസൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അതിനെ ആ വെളിച്ചത്തെ കൂടുതൽ പുറത്തേക്ക് പ്രകാശിപ്പിക്കുന്നത് ആയി തീരുവാനായിട്ടാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആ എർത്തൻ വെസലിലെ നാം കുറെ കൂടെ പുറത്തേക്ക് കാണിക്കുകയും ആ വെളിച്ചത്തെ കുറെ കൂടെ നമ്മൾ അടച്ചു വെക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. എന്നാൽ ആ നിലയിലല്ല ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ആ വെളിച്ചം നമ്മുടെ ആ എർത്തൻ വെസലിലുള്ള ആ വെളിച്ചം കൂടുതൽ പ്രകാശിക്കുവാനായിട്ടും അത് അനേകം പേർക്ക് വെളിച്ചം ലഭിക്കുന്നതായി തീരുവാനായിട്ടുമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിന്റെ 3-ാമത്തെ ഭാഗത്തേക്ക് നാം കടന്നു വരട്ടെ. 3-ാമത്തെ രൂപരേഖ, തേർഡ് ഇമേജറി. 3-ാമത്തെ രൂപരേഖ നാം അവിടെ കാണുന്നത് ഇതാണ്. The destroyed vessel replaced by a new vessel of glory. ഈ മൺപാത്രം ഉടഞ്ഞ് പുതിയ തേജസ്സുള്ള ഒരു പാത്രം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ആ വെളിച്ചം അപ്പോഴും അധികമായിട്ട് ശോഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. The destroyed vessel, the earthen vessel will be destroyed one day, and you will receive a new vessel of glory. ഈ മൺപാത്രം തീർച്ചയായിട്ടും ഉടഞ്ഞു പോകും കർത്താവ് വരുവാൻ താമസിച്ചാൽ. എന്നാൽ നമുക്ക് പുതിയ തേജസ്സുള്ള ഒരു പാത്രമായി തീരുവാനായിട്ട് ഇടയായി തീരും. ഇത് നമുക്ക് 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ഞാൻ 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കട്ടെ. ചാപ്റ്റർ 5 വേഴ്സ് 1. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. For we know that if our earthly house of this tabernacle were dissolved, this will be destroyed. ഈ ഒരു ശരീരം അത് ഒരിക്കൽ നശിക്കുവാനായിട്ട് ഇടയായി തീരും. എന്നാൽ അവിടെ കൊണ്ടൊരു വിശ്വാസിയുടെ പ്രത്യാശ തീരുന്നില്ല. നമുക്ക് അതിൻ്റെ
14 വാക്യത്തിലേക്ക് വരാം. 4:14. ഈ ഒരു ശരീരം അത് ഉടഞ്ഞു പോയാലും, ഈ കളിമൺപാത്രം അത് ഉടഞ്ഞു പോയാലും എന്താണ് ചെയ്യുവാൻ സാധിക്കുന്നത്? 14 വാക്യം 4:14. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ച ദൈവം നമ്മുടെ ഈ ശരീരങ്ങൾ ഉടഞ്ഞു പോയാലും നമ്മെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിർത്തുവാനായിട്ടിടയായി തീരും. മാത്രമല്ല, അവിടെ നാം കാണുന്നത് 15 വാക്യത്തിലേക്ക് നോക്കുക. കൃപ പലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. അവിടെ കൃപ പെരുകുവാനായിട്ടിടയായിത്തീരും, ദൈവത്തിന്റെ മഹത്വം വർദ്ധിക്കുവാനായിട്ടിടയായിത്തീരും, ദൈവത്തിന്റെ സ്തോത്രം വർദ്ധിക്കുവാനായിട്ടിടയായിത്തീരും. നമ്മുടെ ഈ ശരീരം, ഈ മൺപാത്രം അത് ഉടഞ്ഞു പോയാലും അവിടെ ദൈവം അവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനായിട്ടും ദൈവത്തിന്റെ മഹത്വം, ആ പ്രകാശം ഏറ്റവും വലുതായിട്ട് അവിടെ കാണുവാനായിട്ടും ഇടയായിത്തീരും. അവിടെയാണ് നാം നേരത്തെ ചിന്തിച്ച അനുരൂപപ്പെടുന്ന അനുഭവം. കർത്താവായ യേശു ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് നാം മാറുവാനായിട്ട് ഇടയായിത്തീരും. ഈ മൺകൂടാരം അത് എന്നേക്കും നിലനിൽക്കുകയില്ല. ഈ മൺകൂടാരം അത് പൊളിഞ്ഞു പോകുവാനായിട്ട് ഒരു ദിവസം ഇടയായിത്തീരും. എന്നാൽ ആ വെളിച്ചമുണ്ടല്ലോ, അത് കെട്ടുപോകുവാനായിട്ട് ഇടയായിത്തീരില്ല. മറിച്ച് അത് കൂടുതൽ ജ്വലിക്കുവാനായിട്ട് ഇടയായിത്തീരും. അത് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് കൂടുതലായിട്ട് പ്രകാശിക്കുവാനായിട്ടും ഇടയായിത്തീരും. God is preparing us for a new and eternal dwelling. ഇപ്പോൾ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ഒരു മൺകൂടാരത്തിലായിരിക്കുന്നു. അതിൻ്റെതായ ബലഹീനതകൾ ആ മൺകൂടാരത്തിന് ഉണ്ട്. എന്നാൽ അത് മാറി നിത്യമായിട്ടുള്ള ഒരു ഭവനത്തിലേക്ക് ദൈവം നമ്മെ മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. So this talks about resurrection and eternity. ഇത് ഉയർത്തെഴുന്നേൽപ്പിനെയും നിത്യതയെയും കുറിച്ചുള്ള ഒരു ചിത്രമാണ്. നാം ഇവിടെ 3 ചിത്രങ്ങളാണ് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഒന്ന്, ആ ഒരു മൺകൂടാരത്തിൽ ഇരിക്കുന്ന വെളിച്ചം, ദൈവം നൽകിയ വെളിച്ചം. ആ മൺകൂടാരം, അതിൽ യാതൊന്നും പ്രശംസിക്കുവാനായിട്ടില്ല. ആ വെളിച്ചം മാത്രമാണ് ആ മൺകൂടാരത്തെ പ്രശംസിക്കാനുള്ളത്. എന്നാൽ നാൾക്ക് നാൾ കഴിയും തോറും ആ മൺകൂടാരം ക്ഷയിച്ചു പോകും. എന്നാൽ അതിനകത്തുള്ള വെളിച്ചമുണ്ടല്ലോ, അത് കൂടുതൽ പ്രകാശിക്കുവാനായിട്ട് ഇടയായിത്തീരണം. മാത്രമല്ല, ഒരു നാൾ കഴിയുമ്പോൾ ആ മൺകൂടാരം ഉടഞ്ഞ് ആ പ്രകാശം കൂടുതൽ പ്രകാശിതമായി തീരുവാനായിട്ട് ഇടയായിത്തീരും. പഴയ നിയമത്തിൽ നിന്ന് ഒരു ചെറിയ ഉദാഹരണം ഇവിടെ കാണിച്ച് ഞാൻ എൻ്റെ ചിന്ത അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം പഴയ നിയമം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വന്നാൽ ഇതേ ഒരു ചിത്രം നമുക്ക് ഗിദെയോനോടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം Judges, the book of Judges, chapter 7. There we can see a clay pot and the light inside. ഈ മൺപാത്രത്തിനകത്ത് വെച്ച ഒരു വിളക്കിനെ പറ്റി, ഒരു പന്തത്തെ പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ജഡ്ജസ് ചാപ്റ്റർ 7, ന്യായാധിപന്മാർ 7-ാം അധ്യായം. അവിടെ നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ അവർ മിദ്യാന്യരുമായിട്ടുള്ള യുദ്ധത്തിലാണ്. അവിടെ ദൈവം പല ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഗിദെയോൻ എന്ന് പറഞ്ഞ ഒരു ന്യായാധിപന്റെ എഴുന്നേൽപ്പാണ് നാം 7-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. അവിടെ വലിയൊരു സംഖ്യം മിദ്യാന്യർ, വളരെയധികം ആൾക്കാർ ഇസ്രായേൽ നേരെ യുദ്ധത്തിന് വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്ക് ചില വാക്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ടൊന്ന് വായിച്ചു പോകാം. ന്യായാധിപന്മാർ 7-ാം അധ്യായം, അതിൻ്റെ 12-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. എത്രമാത്രം മിദ്യാന്യരുണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാനായിട്ടാണ്. Judges chapter 7 verse 13. എന്നാൽ മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരൊക്കെയും വെട്ടുക്കിളി എന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ കിടന്നിരുന്നു. അവരെ സംഖ്യ നോക്കിയാൽ ഏറ്റവും വലിയൊരു സംഖ്യ ആ ഇസ്രായേൽ മക്കൾക്ക് എതിരായിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. വെട്ടുക്കിളി എന്ന പോലെ അസംഖ്യമായി അവർ താഴ്വരയിൽ കിടന്നിരുന്നു. അവരുടെ ഒട്ടകങ്ങൾ കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു. അനേകം യുദ്ധത്തിനുള്ള കാര്യങ്ങളും യുദ്ധത്തിനുള്ള ആൾക്കാരും ഈ മിദ്യാന്യർക്കും അമാലേക്യർക്കൊക്കെയും ഉള്ളതായിട്ട് നാം കാണുന്നു. ഇവർക്കെതിരെ യുദ്ധം ചെയ്യുവാനായിട്ടാണ് ദൈവം ഗിദെയോനെ തെരഞ്ഞെടുക്കുന്നതായിട്ട് നാം കാണുന്നത്. അപ്പോൾ ഗിദെയോൻ ഇസ്രായേലിലുള്ള ആൾക്കാരെ ഒക്കെയും കൂട്ടി ഏകദേശം 30,000 പേരെ വരെ ഗിദെയോന് കൂട്ടുവാനായിട്ട് സാധിച്ചു. 30,000 പേരെ കൂട്ടിക്കൊണ്ട് ഗിദെയോൻ യുദ്ധത്തിനായിട്ട് വരികയാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, ഇത് അധികമാണ്. 30,000 അവിടെ ലക്ഷങ്ങൾ ഉണ്ടെങ്കിലും
30,000 പേരൊന്നും നിന്റെ വശത്ത് വേണ്ട. ഈ 30,000 പേരെ കൊണ്ട് നീ യുദ്ധം ജയിച്ചാൽ നിങ്ങളുടെ ശക്തി കൊണ്ട് യുദ്ധം ജയിച്ചു എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീരും. ഈ നിലയിൽ 30,000 പേരെ വേണ്ട, പേടിയുള്ളവരൊക്കെ തിരിച്ചു പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു. 30,000-ത്തിൽ 20,000 പേര് അവരുടെ ഭവനങ്ങളിലേക്ക് പോകാനായിട്ട് ഇടയായിരുന്നു. ശേഷിപ്പ് ഒരു 10,000 പേരുമായിട്ട് ഗിദെയോൻ ഈ വലിയൊരു ജനത്തെ അവർക്ക് യുദ്ധത്തിന് നേരെ പോകുമ്പോൾ ദൈവം പറയുകയാണ്, 10,000 വേണ്ട, ഇത്രയൊന്നും ആൾക്കാർ വേണ്ട. അവിടെ ദൈവം ഒരു കാര്യം ചെയ്യുവാനായിട്ട് പറയുന്നു. അതിൽ നിന്ന് 300 പേരെ തെരഞ്ഞെടുക്കുന്നതായിട്ട് നാം കാണുന്നു. ദൈവം യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം വലിയ സംഖ്യത്തെ അല്ല, വലിയ നമ്പറിനെ അല്ല നോക്കിയത്. വളരെ ചുരുക്കം ജനം, 300 പേരെയും കൊണ്ട് ഗിദെയോൻ ഈ വലിയ അസംഖ്യമായ ജനത്തിന് നേരെ യുദ്ധത്തിനായിട്ട് പോകുന്നതായിട്ട് നാം കാണുന്നു. അവിടെ 3 കൂട്ടമായിട്ട്, 100ന്റെ 3 കൂട്ടമായിട്ട് ഗിദെയോൻ ഈ 300 പേരെ തിരിക്കുന്നതായിട്ട് കാണുന്നു. എന്നിട്ട് അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങളാണ്: ഒന്ന്, അവരുടെ കയ്യിൽ ഒരു കാഹളം കൊടുക്കുന്നു. മറ്റ്, അവരുടെ കയ്യിൽ ഒരു മൺകുടം കൊടുക്കുന്നു. പിന്നെ ആ മൺകുടത്തിനകത്ത് കത്തിക്കുവാൻ ഒരു പന്തവും അവർക്ക് കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു. ഒരു മൺകുടം കൊടുക്കുന്നു. ഒരു മൺകുടം കൊണ്ട് ഒരു യുദ്ധം ജയിക്കുവാൻ സാധിക്കുമോ? ഒരു കാഹളം കൊണ്ട് ഒരു യുദ്ധം ജയിക്കുവാൻ സാധിക്കുമോ? ഒരു പന്തം കൊണ്ട് യുദ്ധം ജയിക്കുവാൻ സാധിക്കുമോ? അതോ ഈ ആൾക്കാരുടെ എണ്ണം എത്രയാണ്? എണ്ണിയാൽ തീരുന്നില്ല. അതുകൊണ്ടാണ് അസംഖ്യം എണ്ണം എന്ന് പറയുന്നത്. ഈ അസംഖ്യമായിട്ടുള്ള ആ എണ്ണത്തിനെതിരെ യുദ്ധം ചെയ്യുവാൻ പോകുമ്പോൾ ദൈവം പറയുന്നു, നിങ്ങൾ എടുക്കേണ്ടത്, യു ടേക്ക് എ ട്രംപറ്റ്, യു ടേക്ക് എ ക്ലേ വെസൽ ആൻഡ് യു ടേക്ക് എ ലൈറ്റ്, എ ടോർച്ച്. ആ കലത്തിനകത്ത് വെക്കുവാനുള്ള ഒരു പന്തവുമായിട്ട് നിങ്ങൾ ആ ജനത്തിന് നേരെ പോവുക. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്. 7:16, chapter 7 verse 16, 7ന്റെ 14ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, അനന്തരം അവൻ ആ 300 പേരെ 3 കൂട്ടമായി വിഭാഗിച്ച് ഓരോരുത്തരുടെ കയ്യിൽ ഓരോ കാഹളവും വെറും കുടവും കുടത്തിനകത്ത് ഓരോ പന്തവും കൊടുത്തു. അവനോട് പറഞ്ഞത്, ഞാൻ ചെയ്യുന്നത് നോക്കി അതുപോലെ ചെയ്യുവീൻ. പാളയത്തിന്റെ അറ്റത്തെത്തുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യുവീൻ. 18ാമത്തെ വാക്യം, ഞാനും എന്നോട് കൂടെയുള്ളവരും കാഹളമൂതുമ്പോൾ നിങ്ങളും പാളയത്തിന്റെ ചുറ്റും നിന്ന് കാഹളമൂതി യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി എന്ന് പറയുവീൻ. 19ാമത്തെ വാക്യം, മധ്യയാമത്തിൽ ആരംഭത്തിൽ അവർ കാവൽ മാറി നിർത്തിയ ഉടനെ ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിന്റെ അറ്റത്തെത്തി കാഹളമൂതി കയ്യിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു. 3 കൂട്ടവും കാഹളമൂതി കുടങ്ങൾ ഉടച്ചു. ഉടഞ്ഞ ഇടത്ത് കയ്യിൽ പന്തവും വലത്ത് കയ്യിൽ ഊതുവാൻ കാഹളവും പിടിച്ചു. യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ എന്നർത്തു. അവർ പാളയത്തിൽ ചുറ്റും ഓരോരുത്തരും താന്താന്റെ നിലയിൽ തന്നെ നിന്നു. പാളയമെല്ലാം പാച്ചിൽ തുടങ്ങി. അവർ നിലവിളിച്ചും കൊണ്ട് ഓടിപ്പോയി. അവിടെ നാം കാണുന്നത്, അവിടെ ആ ഒരു കുടത്തിനകത്തുള്ള പന്തവും ഒരു കയ്യിൽ കാഹളവുമായിട്ട് അവർ ആ കുടത്തെ അവിടെ പൊട്ടിക്കുന്നതായിട്ട് നാം കാണുകയാണ്. ആ കുടം പൊട്ടിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ വെളിച്ചം കൂടുതൽ പ്രകാശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എല്ലാവരും ഒരുമിച്ച് ആ കുടങ്ങൾ പൊട്ടിച്ച് ആ പന്തം കൊളുത്തി അതുപോലെ കാഹളമൂതിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അസംഖ്യം ജനങ്ങൾ, അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വെട്ടുവാനും അവർ കൊല്ലുവാനും അവർ പേടിച്ച് ഓടിപ്പോകുവാനായിട്ട് ഇവിടെയായി തീർന്നു. ഇത് ആരുടെ കൈയാണ് പ്രവർത്തിച്ചത്? ഗിദെയോന്റെ കൈയാണോ? അല്ല, ദൈവത്തിന്റെ കൈയാണ് അവിടെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഇസ്രായേൽ മക്കൾക്ക് യാതൊരു നിലയിലും യാതൊന്നിലും പ്രശംസിക്കുവാനില്ല. അവർ വെറും ചുമന്നുകൊണ്ടുവന്നത് ഒരു വെറും മൺകുടമായിരുന്നു. അത് പൊട്ടിച്ച് ആ വെളിച്ചം പുറത്തേക്ക് വന്നപ്പോൾ അവർക്ക് വലിയ ജയം ദൈവം നൽകുവാനായിട്ട് ഇടയായി തീർന്നു. ഏറ്റവും മനോഹരമായ ഒരു ചിത്രം നാം ചിന്തിച്ച വിഷയത്തോട് ബന്ധത്തിൽ എനിക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മെ തന്നെ മറ്റാരെയും നാം ശോധന ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ മൺപാത്രത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ആ ഉള്ളിൽ തന്നിരിക്കുന്ന ആ വെളിച്ചമുണ്ടല്ലോ, അത് ഏത് നിലയിലായിരിക്കുന്നു? അത് കൂടുതൽ പ്രകാശിക്കുവാൻ, ആ മൺകുടം ഒന്ന് ഉടയുവാൻ, അനേകം പേർക്ക് ആ വെളിച്ചം ഒന്ന് കാണുവാനായിട്ട് നമ്മുടെ ജീവിത മുഖാന്തരം ഇടയായി തീരുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. ആ നിലയിലല്ല, ആ വെളിച്ചത്തെ നാം കൂടുതൽ മൂടി വെച്ചുകൊണ്ട് ഈ മൺകുടത്തെ കൂടുതൽ പരിപോഷിപ്പിക്കാനാണ്
നാം ശ്രമിക്കുന്നതെങ്കിൽ അതിൽ ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായി തീരുകയില്ല. മറിച്ച് ഈ മൺകുടം അത് ബലഹീനമാണ്, അത് ക്ഷയിച്ചു പോകും, അത് നശിച്ചു പോകും, ആയിക്കോട്ടെ. പക്ഷെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചമുണ്ടല്ലോ, അത് കൂടുതൽ കൂടുതൽ പ്രകാശിക്കുവാനും ദൈവത്തിന്റെ മഹത്വം കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ വരുവാനായിട്ടും ഇടയായി തീരട്ടെ. ഇസ്രായേൽ മക്കൾ ചെയ്തതുപോലെ നമുക്ക് യാതൊന്നിലും പ്രശംസിക്കുവാനില്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ആ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് മറ്റൊന്നിലും പ്രശംസിക്കുവാനില്ല. എനിക്ക് ആ കാൽവരി ക്രൂശിലല്ലാതെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ നമുക്കൊന്നും മറ്റൊന്നിലും ദൈവമക്കളെ നമുക്ക് പ്രശംസിക്കുവാനില്ല. നമ്മുടെ ജീവിതത്തിലെ എന്ത് തന്നെയായിരുന്നാലും മറ്റ് പുറത്തുള്ള ഈ കലത്തിന് നാം അധികം പ്രാധാന്യം നൽകാതെ അത് ക്ഷയിച്ചോട്ടെ. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം അത് കൂടുതൽ കൂടുതൽ പ്രകാശിക്കുവാനും മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നവരായിരിക്കാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും ആഗ്രഹത്തോടുകൂടി ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ അവസാനിപ്പിക്കുന്നു. ദൈവം നാം